ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ആ പാറി പറക്കുന്നത് കാനഡയുടെ ഫ്ലാഗാണ്. ജൂലൈ 1 ഇവിടെ കാനഡ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ കാനഡ ഡേ ഒന്ന് കളറാക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് ഗേജ് പാർക്കിലാണ്. ഗേജ് പാർക്ക് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കാണ്. അവിടെയും കുറച്ച് കാനഡയുടെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത് കുറേ ഫുഡ് ട്രക്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ മേടിക്കാനുള്ള സ്റ്റോൾസും ഓർണമെൻറ്റ്സും ലൈവ് മ്യൂസിക്കും ഡാൻസും പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ഫെസ്റ്റ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതും. എനിക്ക് ബേസിക്കലി തോന്നിയത് നമ്മൾ ഗോവയിലും വർക്കലയിലും ഒക്കെ പോകുമ്പം കുറേ ബീച്ച് ഡ്രസ്സസ് ഒക്കെ കിട്ടത്തില്ലേ, ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കനേഡിയൻസ് വെയിലാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും മോസ്റ്റ്ലി പുറത്തുണ്ടായിരുന്നു. Okay, écoutez, listen to the wind. Listen to the wind. And now, Zels, on les four. Oh, okay, I hope my snake friends are raised. And now, Zels, on les three. നോക്കണ്ടടാ ഉണ്ണി, അത് റിയൽ ആയിട്ടുള്ള സ്നേക്ക് തന്നെയായിരുന്നു. ഞങ്ങളപ്പം തന്നെ അവിടുന്ന് സ്കൂട്ടായി കണ്ടിട്ട്. ഗേജ് പാർക്ക് ഈസ് ആക്ച്വലി വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ബൊട്ടാണിക്കൽ ഗാർഡൻ. സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല സ്പ്രെഡായിട്ടുള്ള ഒരു പാർക്കാണ് ഗേജ് പാർക്ക്. അത്യാവശ്യം നമുക്ക് കുറേ നടക്കാനും വന്നൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയയാണ്. ഈ ഇവൻറ്റിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഉള്ളത് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ആ സൈഡിൽ കാണുന്നത് റെസ്ലിംഗ് ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുക്കുന്ന ചേട്ടന്മാരെയാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ആക്ച്വലി, പക്ഷേ അവരവിടെ ഇരിക്കുന്നത് കാരണം അവിടെ റെസ്ലിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു നമ്മുടെ കിഡ്സിൻ്റെ റൈഡ്സ് ഒക്കെയുള്ള ഒരു സോൺ. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലൊക്കെ കയറണം എന്ന്. പക്ഷേ ഐ ആം നോട്ട് എ കിഡ് എനി മോർ. അതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ച് പിള്ളേരെ അവിടെ കിടന്ന് കറങ്ങുന്നതൊക്കെ നോക്കി നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇനി നമ്മൾക്ക് സ്വല്പം മ്യൂസിക് ആവാം. ഇതാണ് ആക്ച്വലി ഈ പാർക്കിൻ്റെ എൻട്രൻസ്. ഇനി നമ്മൾക്ക് കുറച്ച് ഡാൻസ് ആയാലും. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അവരുടെ ബാൻഡിൻ്റെ മ്യൂസിക്കൊക്കെ കേട്ടു. ഒരുപാട് ഫുഡ് ട്രക്സ് ഉണ്ടായിരുന്നു. ഫുഡിനെല്ലാം മോസ്റ്റ്ലി ഡബിൾ ദ പ്രൈസ് ആയിരുന്നു. പക്ഷേ ആൾക്കാരല്ലേ, എന്തായാലും മേടിക്കും എന്ന് അവർക്കറിയാം. ഹാപ്പി കാനഡ ഡേ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1.5 hours അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മളായിട്ട് കാനഡ ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലെന്ന് വേണ്ട. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. ആക്ച്വലി അവിടെ സ്റ്റേ ബാക്ക് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഫയർ വർക്ക്സ് ഒക്കെ കാണാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നപ്പം തന്നെ കുറേ എല്ലാ സൈഡിൽ നിന്നും ആക്ച്വലി ഫയർ വർക്ക്സ് കാണാമായിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.